ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. കഴിഞ്ഞ ആഴ്ച ഞാൻ സന്ദർശിച്ച ഫോർട്ട് കൊച്ചിയിലെ ഇന്ത്യൻ മാരിടൈം മ്യൂസിയത്തിന്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. ഈ മ്യൂസിയം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെയും സമുദ്ര പാരമ്പര്യത്തിന്റെയും ഒരു ചരിത്രമാണ്. ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. INS ദ്രോണാചാര്യയുടെ പരിസരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയത്തിന് തന്നെ ഒരു അതുല്യമായ ചരിത്രമുണ്ട്. 1938 ബ്രിട്ടീഷുകാർ രണ്ടാം ലോക മഹായുദ്ധത്തിനായി നിർമ്മിച്ച 2 ബങ്കറുകളാണ് ഈ മ്യൂസിയത്തിലുള്ളത്. ജാപ്പനീസ് ആക്രമണത്തെ ഭയന്ന് ആയുധങ്ങളും യുദ്ധസാമഗ്രികളും സൂക്ഷിക്കാൻ വേണ്ടി നിർമ്മിച്ച ഈ കോട്ടകൾ ഇന്ന് നമ്മുടെ നാവിക പൈതൃകത്തിന്റെ സംരക്ഷണത്തിലായി മാറിയിരിക്കും. ഇതാണ് ആദ്യത്തെ ബങ്കർ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിന്റെ അതുല്യമായ സമുദ്ര ചരിത്രമാണ്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ കാലം മുതൽ കേരളത്തിന് സമുദ്ര വ്യാപാരത്തിൽ പ്രമുഖ സ്ഥാനമുണ്ടായിരുന്നു. അറബികൾ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ചൈനക്കാർ എല്ലാവരും കേരളത്തിന്റെ കരയിലെത്തിയിരുന്നു. ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന മോഡലുകൾ, ചിത്രങ്ങൾ, 3D ഡിസ്പ്ലേകൾ എന്നിവയിലൂടെ കാണാൻ കിട്ടുന്നത് കേരളത്തിന്റെ സമുദ്രശക്തിയെയാണ്. ആദ്യത്തെ ബങ്കറിലെ കാഴ്ചകളെല്ലാം കണ്ട് ഇനി നമ്മൾ പോകുന്നത് ഔട്ട്ഡോർ സീൻസിലേക്കാണ്. മ്യൂസിയത്തിന്റെ പുറത്ത് അതിമനോഹരമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന പുൽത്തകിടികളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന മിസൈലുകൾ, റഡാറുകൾ, ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണുകൾ, ടോർബിറ്റോകൾ തുടങ്ങിയവ നമ്മുടെ രാജ്യത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ തെളിവുകളാണ്. 18-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന പിച്ചള പീരങ്കി, 100 വർഷത്തിലേറെ പഴക്കമുള്ള നങ്കൂരം എന്നിവയും ഇവിടെ കാണാം. ഈ കാണുന്നത് ഡീകമ്മീഷൻ ചെയ്ത സീ കിങ് ഹെലികോപ്റ്ററിന്റെ മോഡലാണ്. പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇനി ഞങ്ങൾ പോകുന്നത് 2ാമത്തെ ബങ്കറിലേക്കാണ്. ഇന്ത്യൻ നേവിയുടെ വളർച്ചയുടെ ചരിത്രമാണ് ഇവിടെ കാണുന്നത്. ഇന്ത്യൻ മറൈൻ സ്ഥാപിതമായതു മുതലുള്ള ചരിത്രം ഇവിടെ കാണാം. ഈ കാണുന്നത് ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥരുടെ വിവിധതരം യൂണിഫോമുകളാണ്. പതാകകൾ, യുദ്ധക്കപ്പലുകളുടെ മാതൃകകൾ, വിവിധതരം ആയുധങ്ങൾ ഇവയെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ നേവിയുടെ പോരാട്ടങ്ങൾ, ഗോവ വിമോചനം, 1965-ലെയും 1975-ലെയും ഇൻഡോ പാക് യുദ്ധങ്ങൾ, ഓപ്പറേഷൻ പവൻ, കാർഗിൽ യുദ്ധത്തിലെ തന്ത്രപരമായ പ്രവർത്തനങ്ങൾ ഇവയെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ നേട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ പ്ലേ ചെയ്യുന്ന ഒരു വീഡിയോ റൂമാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഈ മ്യൂസിയം സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിക്കാൻ എത്രയധികം വീരന്മാർ ത്യാഗം സഹിച്ചിട്ടുണ്ട് എന്നാണ്. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിൽ ഈ ചരിത്രാവബോധം വളരെ പ്രസക്തമാണ്. നമ്മുടെ പൂർവികർ സംരക്ഷിച്ച ഈ സ്വാതന്ത്ര്യം നാം കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. ഫോർട്ട് കൊച്ചിയിലെ ഈ ഇന്ത്യൻ മാരിടൈം മ്യൂസിയം സന്ദർശിക്കൂ, നമ്മുടെ ചരിത്രം അറിയൂ, അഭിമാനിക്കൂ. ജയ് ഹിന്ദ്. താങ്ക് യു ഫോർ വാച്ചിങ്.